സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദി കശ്മീരിലെ പഹൽഗാമിൽ എത്തി. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി ഉപേന്ദ്ര ദ്വിവേദി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, അവിടുത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ, ക്രമീകരണങ്ങൾ, മറ്റ് സൈനിക നീക്കങ്ങളൊക്കെ കരസേനാ മേധാവി നേരിട്ട് വിലയിരുത്തിയോ? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? മറ്റെന്തെങ്കിലും മൂവ്മെന്റിനുടൻ സാധ്യതയുണ്ടോ? പ്രജേഷ്, കരസേനാ മേധാവി നേരിട്ട് പഹൽഗാമിലെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ, ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം തന്നെ വിലയിരുത്തിയിരുന്നു. ഒപ്പം ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി അദ്ദേഹം ഉപേന്ദ്ര ദ്വിവേദി അല്പസമയത്തിന് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരുവരും ചേർന്നൊരു യോഗവും ചേർന്ന ശേഷമാണ് ഇപ്പോൾ മറ്റ് ഇടങ്ങൾ കൂടി സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ ജമ്മു കാശ്മീരിലെ ആകെ കരസേനയുടെ മൂവ്മെൻറ്റുകൾ മറ്റും എല്ലാം നിയന്ത്രിക്കുന്നത്, അതിന് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കും നേതൃത്വം നൽകുന്നത് ഇപ്പോഴെന്തായാലും ഉപേന്ദ്ര ദ്വിവേദിയാണ്. അദ്ദേഹം നേരിട്ട് കരസേനയ്ക്ക് ഇപ്പോൾ കമാൻഡ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും അതിർത്തിയോട് ചേർന്നുള്ള മൂവ്മെൻറ്റുകൾ അടക്കം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീർ താഴ്വരയെ പ്രധാനമായിട്ടും പഹൽഗാമിനെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ദൗത്യം കൂടി കരസേനയ്ക്കും അതുപോലെ ഇന്ത്യൻ സൈന്യത്തിനും മുന്നിലുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കരസേന മേധാവി ഇപ്പോൾ പഹൽഗാമിൽ എത്തിയിരിക്കുന്നത്. അവിടുത്തെ സ്ഥിതിഗതികളും സാഹചര്യങ്ങളും വിലയിരുത്തി ഏതൊക്കെ രീതിയിൽ സൈനിക ഡിപ്ലോയ്മെൻറ്റുകൾ, കരസേന ഡിപ്ലോയ്മെൻറ്റുകൾ ആവശ്യമാണ്, കൂടുതൽ സൈന്യത്തെ എവിടെയൊക്കെ വിന്യസിക്കണം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ഒപ്പം മറ്റിടങ്ങൾ കൂടി, അതായത് ഈ ആക്രമണം നടന്ന ബൈസൺ വാലി കൂടി സന്ദർശിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും, അതുപോലെ അവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ സാഹചര്യം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം പരിശോധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതുപോലെ ചർച്ചകൾ, മറ്റിടങ്ങളിലെ സന്ദർശനം എല്ലാം ഇപ്പോൾ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും അനന്ത്നാഗിലുണ്ട്. അവിടെ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി അനന്ത്നാഗിൽ എത്തിച്ചേർന്നത്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്. കരസേനാ മേധാവി പഹൽഗാമിൽ എത്തിയിരിക്കുകയാണ്.